ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ 11th ഡേ ആണ്. ഞാൻ ഇന്ന് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പുറത്തിരുന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത്. നിങ്ങളെ ഈ സീനറിയും കൂടിയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഇരുന്ന് വീഡിയോ പിടിക്കുന്നത്. പക്ഷെ അത്ര സുഖമൊന്നുമില്ല, നല്ല തണുപ്പാണ്. സുഖമില്ല എന്നല്ല, നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓസ്ട്രിയയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഓസ്ട്രിയയിൽ നിന്ന് ഞങ്ങളിന്ന് സ്ലൊവേനിയയ്ക്കാണ് പോകുന്നത്. ഞങ്ങളിന്ന് പോകുന്ന വഴി സ്ലേക്ക് ബ്ലെൻഡ് എന്ന് പറയുന്ന സ്ഥലത്തൊരു ഫോട്ടോ സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്ന വേർഡ്സിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവിടുത്തെ ലെറ്റേഴ്സ് എഴുതുന്നതും പ്രൊനൗൺസിയേഷനും വ്യത്യാസമുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷേ പിന്നെ നമുക്ക് സ്ലൊവേനിയയുടെ ക്യാപിറ്റലാണ് ലുബ്ജിയാന. അവിടെ ഒരു സിറ്റി ടൂർ ഉണ്ട്. പിന്നെ എന്തൊക്കെ കേവ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞങ്ങളുടെ യാത്രയുടെ ഒപ്പം നമുക്ക് ഒരുമിച്ച് പോവാം. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ, ഞാനിപ്പോൾ വീഡിയോ പിടിച്ച സ്ഥലത്തു നിന്നുള്ള വ്യൂ. ഇത് ഞങ്ങളുടെ റൂമാണ്. റൂമിൽ നിന്ന് പുറത്തേക്കുള്ള നമുക്കതിൽ ഇറങ്ങാം. ഇതും ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. റൂമിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ഒരു ഓപ്പൺ സ്പേസാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും നല്ല ഭംഗിയാണ്. നമ്മൾ വണ്ടിയിൽ വന്നപ്പോൾ ഇരുന്ന കണ്ട കാഴ്ചകൾ പോലെ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ വുഡൻ ഇതാണ് താഴെ ഫ്ലോറ്, വുഡൻ ഫ്ലോറാണ്. ഇതാ കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 6:45 ആയിട്ടുള്ളൂ. രാവിലെ 6:45 ആയിട്ടുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. നല്ല സീനറിയാണ്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. സജി ഫോട്ടോ എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഞങ്ങൾ രാവിലെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഐസ് നിങ്ങൾക്ക് ആ മുകളിൽ ആ തിളങ്ങുന്നത് വൈറ്റ് കളറിൽ കാണുന്നത് സ്നോ ആണ്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴൊക്കെ എല്ലാവരും വീഡിയോ ഫോട്ടോ ഒക്കെ തിരക്ക് പിടിച്ചെടുത്തതാണ്. വീഡിയോയിൽ കാണുന്നതിനേലും ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. അത്രയും നല്ല വ്യൂ ആണ്. ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ താഴേക്കുള്ള വ്യൂ. അവിടെ ഒരു പൂളൊക്കെ ഉണ്ട്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ നിന്നിട്ട് തന്നെ ഞങ്ങൾക്ക് തണുത്തിട്ട് പാടില്ല, കോട്ട് ഇതിടാതെ. ഇതാണ് ഹോട്ടലിൻ്റെ വ്യൂ. ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ താഴേക്കാണ് വണ്ടി ഇറങ്ങി പോകുന്നത്. ഇത് ശരിക്കും ഒരു മലയുടെ മുകളിലാണ് ഈ ഹോട്ടൽ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. താഴത്തൊക്കെ റൂമുണ്ട്. ഞങ്ങൾ 5th ഫ്ലോറിലാണ്, ഏറ്റവും മുകളിലാണ് ഞങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിലെ റൂം, E503. ഇതാണ് റൂമിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഷെൽഫൊക്കെ ഉണ്ട്. സ്ലൈഡിങ് ഡോറാണ്. നല്ല സ്പേഷ്യസ് ആണ്. ഒരാൾക്ക് കയറി നിൽക്കാൻ വേണമെങ്കിൽ അതുപോലെ സ്ഥലമുണ്ട്. ഇവിടെ വേറെ ഒരെണ്ണമുണ്ട്. ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ട്. ഞങ്ങൾ കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ പോകാനായിട്ടെല്ലാം റെഡിയായി. ഇതവിടെ വേറെ ഒരെണ്ണമുണ്ട്. ഇവിടെ അത് ഞങ്ങളുടെ ബാഗ് ഇപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഷെൽഫ്. താഴെ ഫ്രിഡ്ജാണ്, പക്ഷേ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ ഇതാണ് റൂമിലേക്കുള്ള എൻട്രൻസ്. റൂമാണ് ഇത്, ഫുള്ള് റൂമാണ്. ഇവിടെ ഒരു ടേബിളും 2 ചെയറും, പിന്നെ ഇവിടെ സാധനങ്ങൾ വയ്ക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ ഒരു ബെഡ്. ഇതിൽ ഞങ്ങൾ പെട്ടി വെച്ചേക്കുകയാണ്, കാരണം മുകളിൽ വെച്ച പെട്ടിയിൽ നിന്ന് കുനിയുണ്ടല്ലോ. അതുപോലെ ഇതാണ് ബാത്റൂം വരുന്നത്. ഇതാണ് ബാത്റൂമിൻ്റെ ടബുണ്ട്. ടബ്. പിന്നെ ഇതാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം ഇതിൻ്റെ റൂഫൊക്കെ ഇങ്ങനെ താഴേക്കാണ് വന്നിരിക്കുന്നത്. ബെഡ്. ഇവിടെയും ഇരിക്കാനായിട്ടൊക്കെ ചെറിയൊരു സ്ഥലമുണ്ട്. അതുപോലെ ഇത് ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പുറത്തേക്കുള്ള വ്യൂ ആണ്. കണ്ടോ, ഇവിടുന്ന് അവിടെ ഇരുന്നാണ് ഞാൻ വീഡിയോ പിടിച്ച ആ ടേബിളും ചെയറുമാണ് അവിടെ കാണുന്നത്. ഹീറ്ററൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടുന്ന് ഈ റൂമിൽ നിന്നും പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ട്. കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ, ഈ വീഡിയോയിൽ ശരിക്കും തിരിയുന്നില്ല. അവിടെ ആ വെയിലടിക്കുമ്പോൾ മഞ്ഞത്ത് അതടിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. കാണിച്ചു തരാം. തുറക്കാം, ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം. കണ്ടോ,
നല്ല ഭംഗിയാണ്. ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പാണ്, റൂമിൻ്റെ ഉള്ളിൽ അത്രയും തണുപ്പില്ല. നല്ല ഭംഗിയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് തന്നെ കുറേ നേരം നമുക്ക് നിൽക്കാൻ തോന്നും. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. ഞങ്ങളപ്പോൾ ഇനി താഴേക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് യാത്രയിൽ കാണാം. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. യാത്രകളുള്ള ദിവസമാണ്. നമ്മൾ ഓസ്ട്രിയ വിട്ട് സ്ലൊവേനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം ആദ്യം നമുക്ക് പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. And I am far from home. Lead me on. Keep thou my feet, I do not trust to see the distance. ഒരു ലോങ് ദിവസമാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ആൽപ്പൈൻ ഓർഡറിങ് നമ്മൾ ഓസ്ട്രിയയുടെ തന്നെ മനോഹരമായ ഒരു പ്രദേശമായ സെലാംസയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് 170 കിലോമീറ്ററോളം യാത്ര ചെയ്ത് 2 മണിക്കൂർ 25 മിനിറ്റാണ് യാത്രാ സമയം കാണിക്കുന്നത്. യാത്ര ചെയ്ത് നമ്മളവിടെ ചെല്ലും. നമ്മൾ ഇന്നത്തെ സ്റ്റോപ്പുകൾ ഇദ്ദേഹം ബ്രേക്ക് എടുക്കാൻ നിർത്തുന്ന സ്റ്റോപ്പുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ സ്റ്റോപ്പുകൾ ആവശ്യപ്പെടുന്നതിലും, കാരണം അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പും ഇദ്ദേഹത്തിന്റെ ബ്രേക്കും കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ലേറ്റ് ആവും. അപ്പോൾ അദ്ദേഹം ബ്രേക്ക് എടുക്കും. ഒരു അരമണിക്കൂറൊക്കെ ചില സ്ഥലങ്ങളിൽ നിർബന്ധിതമായിട്ടും അവർക്ക് ബ്രേക്ക് എടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെ അവർ പുള്ളി അരമണിക്കൂർ ബ്രേക്ക് എടുക്കുന്നത്. നമുക്ക് അവിടെ അത് കോഫി കുടിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെയുള്ള സൗകര്യമുള്ള സ്ഥലത്തായിരിക്കും ബ്രേക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനോട് സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഓടിയെത്താൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സീനറി കാണുന്നത് നിർത്തി അവിടെ ഒരു അരമണിക്കൂർ കിടന്ന് പിന്നെ അടുത്ത സ്ഥലത്ത് നിർത്തി അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രേക്ക് വരും. നമ്മളെല്ലായിടത്തും താമസം. കാരണം ഇവിടുത്തെ കാലാവസ്ഥകൾ തണുപ്പാണെങ്കിലും എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. വൈകുന്നേരങ്ങളിലൊക്കെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സെലാംസെ എന്ന് പറയുന്നത് മനോഹരമായ ഒരു ലേക്കിനാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഓസ്ട്രിയയിൽ. ലേക്കിൽ ബോട്ടിങ്ങിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ ട്രക്കിങ്ങിനൊക്കെയാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. ഒരു ഏതാണ്ട് 2500 അടി ഉയരത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. സെലാംസയിൽ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ലേക്ക് ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് സെലാംസയെ കഴിഞ്ഞ് നമ്മൾ ഓസ്ട്രിയയോട് വിട പറയും. സ്ലൊവേനിയ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു രാജ്യത്തേക്ക് കിടക്കും. സ്ലൊവേനിയയും സ്ലൊവാക്കിയയും 2 രാജ്യങ്ങളാണ്, കൺഫ്യൂസ് ചെയ്യരുത്. സ്ലൊവേനിയ എന്ന് പറയുന്നത് ലുബ്ലിയാന എന്ന് പറയുന്നതാണ് അതിൻ്റെ തലസ്ഥാനം. അപ്പോൾ ലുബ്ലിയാനയിൽ നമ്മൾ ഈ ലേക്ക് ബ്ലഡിൽ ചെന്ന്, അതൊരു മനോഹരമായ ഒരു ലേക്ക് ഒരു പ്രദേശമാണ്. ലേക്ക് ബ്ലഡിൽ നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് സ്ലൊവേനിയയുടെ തലസ്ഥാനമായ ലുബ്ലിയാനയിലേക്ക് പോകും. ലുബ്ലിയാനയിൽ ചെന്നിട്ട് നമുക്കൊരു ലുബ്ലിയാനയിൽ ഒരു സിറ്റി ടൂർ ഉണ്ടാവും, ഒരു ഗൈഡിന്റെ കൂടെ. അത് കഴിഞ്ഞ് ലുബ്ലിയാനയ്ക്കടുത്ത് ഈ പോസ്റ്റോണ ഗുഹ സമുച്ചയങ്ങൾ കാണാനായിട്ട് അതിനടുത്തുള്ള ഒരു ഹോട്ടലിലാണ് നമ്മുടെ സ്റ്റേ ചെയ്യുന്നത്. ഈ പോസ്റ്റോണ ഗുഹാ സമുച്ചയങ്ങളും സ്ലൊവേനിയയിൽ തന്നെയാണ്. അവിടെ നമ്മൾ സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ ഒത്തിരി വൈകി ഗുഹാ സമുച്ചയം കണ്ട്, നാളെ അതിലും ദീർഘമായൊരു ദിവസമാണ്. നാളെ നമ്മൾ ശകലം താമസിച്ച് ഇറങ്ങുള്ളൂ. ഈ കേവ് കണ്ട് അവിടെ ലഞ്ച് കഴിച്ച് നേരെ പാതുവയിൽ വരും. പാതുവയിൽ നിന്ന് വെനീസിൽ ഒരു ബോട്ട് കടന്ന് വെനീസ് ദ്വീപിൽ ചെന്ന് അവിടെ ഒരു സിറ്റി ടൂർ നടത്തും. അത് കഴിഞ്ഞ് ലഞ്ച് ഡിന്നർ പുറത്ത് റെസ്റ്റോറൻറ്റിൽ കഴിച്ച് വെനീസിലെ ഹോട്ടലിൽ ചെക്കിൻ ചെയ്യും. അതാണ് നമ്മുടെ നാളത്തെ ഐറ്ററി. നാളെ ഒരു വളരെ ദീർഘമായൊരു ദിവസമാണ്. അപ്പോൾ കാരണം വെനീസിൽ ബോട്ടിലൊക്കെ കയറി വെനീസ് ദ്വീപിലുള്ള ടൂർ നമ്മൾ നടന്നാണ് ചെയ്യുക. നാളെ നമ്മൾ സ്ലൊവേനിയയോട് കൂടെ പറഞ്ഞ് ഇറ്റലിയിലേക്ക്
പ്രവേശിക്കുകയാണ്. നമ്മുടെ അവസാനത്തെ 2 രാജ്യങ്ങളാണ് ഇറ്റലിയും വത്തിക്കാനും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് 3 രാജ്യങ്ങളാണ് അവശേഷിക്കുന്നത്: സ്ലൊവേനിയ, ഇറ്റലി, വത്തിക്കാൻ. സ്പെയിനില്ല. വീട്ടില് പോണോന്നൊരു ചിന്തയൊന്നും ഇല്ലേ? സഹകരിക്കാം. രാവിലെ വന്ന് സ്പെയിൻ, പോർച്ചുഗൽ. കാരണം ഇത് ഈ ഒരു ലോക രാജ്യങ്ങൾ മുഴുവൻ സന്ദർശിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവര് അപ്പൊ ഇപ്പൊ നിങ്ങളിപ്പോ ഇതൊരു 11 രാജ്യങ്ങളോളം സന്ദർശിച്ചു. അപ്പൊ നിങ്ങളുടെ ലിസ്റ്റ് എത്ര രാജ്യങ്ങൾ? 12 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇത്രയും രാജ്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ലിസ്റ്റ് കൂടി ഒറ്റയടിക്ക് തന്നെ 12. അതാണ് ഈ ടൂറിന്റെ ഒരു മെച്ചം. അപ്പൊ പല ആൾക്കാരും ഇപ്പൊ ഈ 12 രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല. പുതിയ മേച്ചിൽ ടൂറിന് വഴി പോവുകയാണെങ്കിൽ ആരും ഇനി തിരിച്ച് ഇപ്പം ഓസ്ട്രിയ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് 2 ദിവസം കൂടെ തങ്ങിക്കളയാണ്. അത് ഫോറിനേഴ്സ് മാത്രമേ അങ്ങനെ ചിന്തിക്കുന്നവരുള്ളൂ. നമ്മുടെ ഇപ്പൊ ഞാൻ എന്റെ അനുഭവത്തില് നമ്മുടെ മാരാരി ബീച്ച് റിസോർട്ട്, മാരാരിക്കുളത്ത്, അവിടെ ഏതാണ്ട് 70 പ്രാവശ്യം വന്ന് സ്റ്റേ ചെയ്തൊരു മദാമയുണ്ട്. അവരെല്ലാ വർഷവും 2 പ്രാവശ്യം മാരാരി റിസോർട്ടിൽ വരും. അവർക്ക് ഏതാണ്ട് 90 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ഡാഫിനി എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ പേരില് മാരാരി, ആ ലേഡി അവിടെ വരുമ്പോ ആ റിസോർട്ട് ഗസ്റ്റിന്റെ താമസിക്കുന്ന റൂമിന്റെ ഒരു റൂം നമ്പറും ഉണ്ട്. അത് അവർക്ക് വേണ്ടിയിട്ട് അസൈൻഡ് ആയിരിക്കും. അതിന്റെ പേര് തന്നെ ഡാഫിനി വില്ല എന്നാക്കും. ഡാഫിനി. ഡാഫിനി. അവർക്ക് ആ മാരാരിയില് ഈ നമ്മുടെ അവിടെയൊക്കെ എന്താണ് ഇവിടെയൊക്കെ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിസോർട്ടുകളിലേക്ക് ഒരു സ്റ്റേ തന്നെയാണ്. അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി സ്റ്റേ, എല്ലാവരും ചിരിക്കുന്ന ആൾക്കാർ, എല്ലാവരും വളരെ ഫ്രണ്ട്ലി, ഫാമിലി ഫ്രണ്ട്സിനെ പോലെ അതുപോലുള്ള ഒരു വാം വെൽക്കം. ഒരു റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ പുള്ളി ഉടനെ തന്നെ ഡ്രൈവർ പറയുന്നത് Can you please go back and go and sit? I don't want to talk to you എന്ന് പറഞ്ഞു. അത് സ്വിറ്റ്സർലൻഡിൽ കഴിഞ്ഞ ഒരു ടൂറിൽ ഒരു ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസിലിരുന്ന്, ഇത്തവണത്തെ ഹോട്ടലിലെ സ്റ്റാഫൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ ചില സമയത്ത് ഇടതുവശത്തേക്ക് നോക്കിയാൽ കേബിൾ കാർ കാണാം. മുകളിലേക്ക് പോകുന്നത്, താഴേക്ക് വരുന്നതും. അപ്പോൾ ചായകളും കാപ്പികളും ഒക്കെ കുടിച്ചെല്ലാവരും ഉഷാറായിരിക്കുകയാണ്. നമുക്കൊരു ഉഷാറ് പാട്ട് പാടാം. അതും ഭക്ഷണമാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി. കോറസ് വേണം. എല്ലാരും ചേർന്ന് തന തിന്ത തന തിന്ത തന തിന്ന തിന്തിന്തോ തന തിന്ന തന തിന്ന തന തിന്ന തിന്തിന്തോ. എല്ലാരും കൂടെ തന തിന്ന തന തിന്ന തന തിന്ന തിന്തിന്നോ തന തിന്ന തന തിന്ന തന തിന്ന തിന്തിന്നോ. ചെമ്പാവു പുന്നല്ലിൻ ചോറോ നല്ല മുത്താരം മുത്തണ കുന്നപ്പുമ്പടിയോ തന തിന്ന തന തിന്ന തന തിന്ന തിന്തിന്നോ തന തിന്ന തന തിന്ന തന തിന്ന തിന്തിന്നോ. ചെമ്പാവു പുന്നല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പുഞ്ചിരിയോ തന തിന്ന തന തിന്ന തന തിന്ന തിന്നോ തന തിന്ന തന തിന്ന തന തിന്ന തിന്തിന്നോ. മുളകര ചൊരുക്കിയ പരമീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം തുടിച്ചവനെ തന തിന്ന തന തിന്ന തന തിന്ന തിന്നോ തന തിന്ന തന തിന്ന തന തിന്ന തിന്നോ. പഞ്ചാര പാലട പ്രഥമൻ കുശനില തന്നിൽ വിളങ്ങുമ്പോൾ ഒഴുകിടാതെ വലങ്കയ്യൽ ഇടങ്കയ്യൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരക്കുന്ന മനപ്പായസം തന തിന്ന തന തിന്ന തന തിന്ന തിന്നോ തന തിന്ന തന തിന്ന തന തിന്ന തിന്നോ. മൂവാണ്ടൻ മാവിന്റെ കുളിര് വേനൽ കലഞ്ഞൂട്ടി വിളഞ്ഞൊരു കനകച്ചപ്പ് തന തിന്ന തന തിന്ന തിന്നോ
പഴം പുളിച്ചരിച്ചാൽ പിടിക്കുമ്പോൾ വഴുക്കണം മഴമമ്പഴം പോലെ വരയ്ക്കുന്നോളെ കുടിക്കുമ്പോൾ മതി. ഞങ്ങൾ ഓസ്ട്രിയയിൽ നിന്ന് സ്ലൊവേനിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചകളാണിത്. നല്ല ഭംഗിയുണ്ട് എല്ലായിടത്തും. മലകളും മരങ്ങളും പച്ചപ്പും. ഞങ്ങളൊരു ലേക്ക് കാണാനാണ് പോകുന്നത്. ലേക്ക് വ്യൂ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണിക്കാം. ആൽപ്സിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൗണാണ്. ലേക്ക് സെൽ എന്ന് പറഞ്ഞ ഒരു ലേക്കിലാണ് ഫേമസ്. സ്റ്റണ്ണിങ് നാച്ചുറൽ വ്യൂ ഒക്കെ ഉള്ള ഒരു ലേക്കാണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഹൈക്കിംഗ്, വാട്ടർ സ്പോർട്സ് ഇതിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ടൗണാണ്. ചാമിങ് സ്ട്രീറ്റ്സ്, ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ്സ്, ലവ്ലി അറ്റ്മോസ്ഫിയർ, ധാരാളം ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, കഫേസ് ഒക്കെ ഉള്ള ഒരു ഫാന്റാസ്റ്റിക് ഡെസ്റ്റിനേഷനാണ്. ഈ ലേക്ക് സെൽ എന്ന് പറയുന്നത് ഈ സെലാംസയിലെ ഒരു പിക്ചറസ്ക് ലേക്കാണ്. സാൽസ്ബർഗ് റീജിയനിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ചുറ്റിനുമാണ് ഈ സെലാംസെ എന്ന് പറയുന്ന ടൗൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വിന്ററിൽ ധാരാളം ആൾക്കാരൊക്കെ ഇവിടെ ഈ വിന്റർ സ്പോർട്സിനും ഹൈക്കിങ്ങിനും അതിനൊക്കെ വരുന്ന സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലേക്ക് സെല്ല് അതിന്റെ ചുറ്റകത്ത് ബോട്ടിംഗ് നടത്താൻ വേണമെങ്കിൽ ഒരു ബോട്ട് വാടകയ്ക്ക് എടുത്ത് കറങ്ങാം. ഈ മൗണ്ടന്റെ വളരെ മനോഹരമായ സ്ഥലം സ്മിറ്റൻ ഹോഗെ എന്ന് പറഞ്ഞൊരു വലിയൊരു പർവ്വത പ്രദേശമുണ്ട്. അവിടെ ഏതാണ്ട് 8000 അടി ഉയരത്തിലുള്ള ഒരു പർവ്വതം കേബിൾ കാർ സർവീസ് ഒക്കെ ഉണ്ട്. ഈ ആൽപ്സിന്റെ മനോഹരമായ വ്യൂ അതിന്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കാപ്രം ഹൈ മൗണ്ടൻ റിസർവോയേഴ്സ്, അത് ഇതിന് ചുറ്റുമുള്ള ഒരു സ്ഥലമാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ കാണാനായിട്ട് അവിടെ ടൂർ നടത്താൻ പറ്റും വേണമെങ്കിൽ. അല്ലെങ്കിൽ അതുപോലെ അവിടെ നിന്ന് ടേക്കിംഗ് വ്യൂസ് ഒക്കെ ഉണ്ട്. സെലാംസയുടെ പഴയ പട്ടണം, ഓൾഡ് ടൗൺ വളരെ മനോഹരമാണ്. വളരെ പഴയ ബിൽഡിങ്സും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ട്രീറ്റ്സും ഒക്കെ ആയിട്ട്. പിന്നെ സെലാംസ എക്സ്പ്ലനേഡ്, ലേക്ക് സൈഡ് പ്രൊമനേഡ്, ധാരാളം കോഫി കഫേ ഷോപ്സും റെസ്റ്റോറൻറ്റ്സ് ഷോപ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലം. പിന്നെ അവിടെ ഒരു ചർച്ച് ഉള്ളത് സെയിന്റ് ഹിപ്പോലൈറ്റ്സ് ചർച്ച്. അത് സെലാംസയിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാണ്. ക്രിസ്റ്റ്യൻബോർൺ ഗ്ലേഷ്യർ, ആ ഗ്ലേഷ്യറിലേക്കൊക്കെ ആൾക്കാർ ഇവിടുന്ന് പോകാറുണ്ട്. ഈ ഗ്ലേഷ്യർ സന്ദർശിക്കാനും ഒരു ബേസായിട്ട് ഈ സെലാംസെ മാറാറുണ്ട്. നമ്മളവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഒരു പാർക്കിങ്ങിൽ നിർത്തിയിട്ട് മനോഹരമായ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലത്ത് നിർത്തും. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പിന്നെയും ദീർഘദൂരം ഒരു യാത്ര ലേക്ക് ഫ്ലഡ് എന്ന് പറഞ്ഞ സ്ലൊവേനിയയിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് വഴി. അതിനിടയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കും. ലേക്ക് ഫ്ലഡ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതുപോലെ താഴെ പാർക്കിങ്ങിൽ നിർത്തി നമുക്ക് ലേക്കിന് ചുറ്റും സമയം ചെലവഴിക്കാൻ കഴിയും. 2 പ്രധാനപ്പെട്ട ലേക്കുകളാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പാത സൈറ്റ് സീയിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ അവസാനമാണ് നമ്മൾ ലുബ്ലിയാന എന്ന് പറഞ്ഞ സ്ലൊവേനിയയുടെ തലസ്ഥാനത്തേക്ക് ചെല്ലുന്നത്. സ്ലൊവേനിയ ചെറിയ രാജ്യമാണ്. ഇവിടെ വന്ന് ഈ സമ്മറിലൊക്കെ ഹൈക്കിംഗ് ഒക്കെ നടത്താറുണ്ട്. പിന്നെ ഇതിനടുത്ത് ലേക്ക് ട്രയാസിക് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. അവിടെയൊക്കെ ഒരു കേബിൾ കാർ സ്റ്റേഷനൊക്കെ ഉണ്ട്. അതിന്റെ സിനിക് വ്യൂ ഈ ലേക്ക് ട്രയാസിക് പാർക്കിന്റെയും ഒക്കെ കിട്ടുന്ന മനോഹരമായ പ്രദേശങ്ങൾ ഇതിന് ചുറ്റും. മായാവനത്തിൽ നിന്നും മാലാഖ മണ്ണിലിറങ്ങി. സ്ഥലത്തെത്താനായിട്ട് അതിനിടയ്ക്ക് നമുക്ക് ലഞ്ച് കഴിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ അധികം സമയം നമുക്ക് കളയാനില്ല. അപ്പോൾ എല്ലാവരും 1 മണിക്കൂറിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിച്ച് നമുക്ക് പോകേണ്ടതുകൊണ്ട് ഇടയ്ക്ക് ലഞ്ച് കഴിക്കണം. നമുക്ക് പാർക്കിങ്ങിൽ നിർത്തുന്നതാണ്. ലഞ്ച് ഇവിടെ അല്ല, ലഞ്ച് പോകുന്ന വഴിക്കാണ് നമുക്ക്. ഈ സ്ലൊവേനിയയിലേക്ക് കടന്നില്ല. ഇത് ഓസ്ട്രിയയിലുള്ള ഒരു പട്ടണമാണ്. ഇത് ഓസ്ട്രേലിയയിലുള്ള ഒരു പട്ടണം
ആ ഇവിടെ എഴുതിയിട്ടുണ്ടോ ആ ബോർഡ്? എന്തോ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നും മനസ്സിലായില്ല, അത് വായിച്ച് മനസ്സിലാക്കിക്കോളൂ. കണ്ടു കണ്ടു. ഓ മീൻ്റെ ഏയ് മീനില്ല. ഇനി കൊടുക്കൂ, ഇനി കൊടുക്കൂ. ചെറിയ പട്ടണത്തിലാണ് ഇത്. ഇതിന് പോവാണ്ട. അതെ അതെ. അയ്യോ ഞാൻ ഇത് അയ്യോ സ്റ്റൈൽ നടക്കുന്നു. യുവ മിഥുനങ്ങളെ പോലെ പാറി നടക്കുകയാണ്. സൈക്കിള് സൈക്കിള് യൂട്യൂബർ ഫോട്ടോ അത് ശരിയാ, ഞാനില്ല. പക്ഷെ ഇപ്പൊ വെയിലായിപ്പോ കുഴപ്പമില്ല അല്ലേ? ഈ സമയത്ത് ആരെ ഫോട്ടോ എടുത്ത് മനസ്സിലാവില്ല. ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിംഗ്. എവിടേക്ക് പോണേ? ഇതില് അയ്യോ കൈമാറ്റ് അവിടെ പോയി ഫ്രണ്ട്സ് ഓഫ് ചെയ്യട്ടെ. അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. വീഡിയോ പിടിക്കാൻ വർത്താനം പറയണ നേരത്തെ ഒന്നും പറയാൻ കിട്ടില്ല. ഷൈജു കല്യാണത്തിന് ഷൂട്ട് ചെയ്യണം. അച്ഛൻ നിങ്ങൾ തടസ്സപ്പെടുത്തി. ഞങ്ങളുടെ വെഡിങ് ഫോട്ടോഗ്രാഫിയാണ്. ഫോട്ടോഷൂട്ട്. നല്ല വിഷയം. എന്നിട്ട് വിഷയം അറിയോ? ലൈറ്റ് അല്ലേ? ആ ലൈറ്റിന്റെ വിഷയം ഇങ്ങോട്ട് നോക്കൂ. ലൈറ്റ് ശരിയാവണില്ല. എങ്ങോട്ട് നോക്കണം? അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണം? എവിടെ നോക്കിയാലും ഷൂട്ട് ചെയ്യും. എവിടെ നോക്കിയാലും ഷൂട്ട് ചെയ്യുന്നത്. എവിടെ അമ്മേ? ഫോട്ടോഗ്രാഫിയില് ഇവിടെ പക്ഷെ ഏത് വശം എന്തൊരു ഭംഗിയല്ലേ?
ഇവിടെയുള്ള താറാവിനെ ഒന്ന് രീതിന്നായിരിക്കില്ലേ വിളിക്കണ്ടാവുക. ഷൈജു ശരിക്കും ക്യാമറമാനായിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആണല്ലോ. സൂര്യൻ ഞങ്ങളെ നോക്കി. എല്ലാം പോകുന്ന തറാവാണല്ലോ. അപ്പുറത്ത് മാത്രം കറി വെക്കാറില്ല. കറി വെച്ചാലും പിടിച്ച് വേണ്ടേ വെള്ളം വിടോ. നനഞ്ഞ സൂണ വീടെ കാല്. ഷൈജുവിന്റെയും ഷെറിയുടെയും വെഡിങ് ഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെറ്റിൻ ചേച്ചി കവർ ചെയ്യാണ്. അതെ, ഷൈജു വിവാഹത്തിന് ചേച്ചിനെ ക്ഷണിക്കണ്ടായി. ഷെറിയുടെ മുഖം പറയണോ? ഓക്കെ, അത് ശരിയാവില്ല. ഇടയ്ക്ക് ഒരു ഫോട്ടോ കൂടി എടുത്തോ. ആ മലേനെ കിട്ടില്ല അല്ലേ? ഞാൻ തിരിയണോടത്തേക്ക് നിങ്ങൾ തിരിഞ്ഞോ? ഇടയ്ക്ക് തുറന്നാ മതി, വീഡിയോ ആണ്. ഇതെങ്ങനെയുണ്ട് പറയണ്ടേ? സ്ലോവേൻ, സൗത്ത് സ്ലാവിക് ഒക്കെയാണ് ഒഫീഷ്യൽ ഭാഷ. അതിന്റെ 77.8% ക്രിസ്ത്യൻസ് പഠിക്കുന്നതാണ്. ജൂൺ 25, 1991 സ്ലോവേനിയക്ക് ഇൻഡിപെൻഡൻസ് ആവുന്നത്. ശ്രമങ്ങൾക്കൊക്കെ ശേഷമാണ് ലേറ്റ് 80s-ലും 90-ലും ഒക്കെ നടന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് അവിടുത്തെ സ്വരാഷ്ട്രവാദികൾ അല്ലെങ്കിൽ അവിടുത്തെ സ്വാതന്ത്ര്യം വേണം എന്ന് ഡിമാൻഡ് ചെയ്തിരുന്ന ആൾക്കാർ
ഭയങ്കര പ്രക്ഷോഭങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾക്കും ശേഷമാണ് അവരവരുടെ തന്നെ പാതകൾ ഇൻഡിപെൻഡൻസിലേക്ക് തെളിച്ചെടുക്കുകയാണ്. 7 രാജ്യങ്ങളാണ് ഈ യുഗോസ്ലോവിയ വിഘടിച്ചതിന് ശേഷം ഉണ്ടായത്. സ്ലൊവേനിയ, ക്രൊയേഷ്യ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, നോർത്ത് മാസഡോണിയ, മോണ്ടനീഗ്രോ, സെർബിയ, കൊസോവോ. സ്ലൊവേനിയയുടെ ബോർഡർ ആയിരിക്കുകയാണ്. സ്ലൊവേനിയയിൽ പ്രവേശിച്ചു. ഓരോ കൺട്രിക്കും ബോർഡറിൽ എത്ര ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ബോർഡർ എല്ലാവർക്കും ഇല്ല. പക്ഷെ ഇതുപോലെ ഈ കെട്ടുകളൊക്കെ ഈ അടുത്തങ്ങാണ്ട് വീണതാണ്. നേരത്തെ ഈ ഒരു ഇത് മാത്രമേ ആർച്ച് മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ ചിലപ്പോൾ അവരകത്ത് കയറി പരിശോധിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഇരിക്കുക. ഒരു സ്ഥലത്തെ അതിർത്തി കടന്നു പോവുകയാണ്. പട്ടാളക്കാർ നിൽക്കുന്ന അതിർത്തി. വീഡിയോ കുഴപ്പമില്ലല്ലോ. രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടായ യുദ്ധമാണോ? രക്തച്ചൊരിച്ചിലൊക്കെ കുറേശ്ശെ ഉണ്ടായിട്ടുണ്ട്. വണ്ടികളുടെ ബസ്സിന്റെ ടോള് കൊടുക്കണല്ലേ? ഇവിടെ ഒന്നും ടോൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ബോർഡറിൽ ഇതുപോലെ പോലീസ് ഉണ്ടായിരുന്നോ? ഇല്ല. ബോർഡർ കടക്കുന്ന ഫീൽ ഇതുവരെ നമ്മൾ സ്ലൊവേനിയ എന്ന് പറയുന്ന കൺട്രിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇതിൻ്റെ ബോർഡറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിന് മുമ്പ് ഈ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒരു കൺട്രിയിലേക്കും കടന്നപ്പോൾ അങ്ങനെ ഒരു ബോർഡർ നമ്മളൊരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് കിടക്കുകയാണ് എന്നുള്ളൊരു ഈ രീതിയിലുള്ള ബോർഡറൊന്നും നമ്മളെവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ ചെക്കിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ കണ്ടപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഇതും വളരെ നല്ല ഭംഗിയുള്ളൊരു കൺട്രിയാണ്. ശരിക്കും ഓരോ ദിവസം അങ്ങനെ ബസ്സിൽ കുറേ യാത്രയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഈ യാത്രകൾ ഒന്നും ഒരു ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ല. കാരണം എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എവിടെ നോക്കിയാലും പച്ചപ്പ്, മലകൾ, മഞ്ഞ്, അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമുക്കൊട്ടും ബോറടി ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ ഈ യാത്രയിൽ ഒന്നുകിൽ ഞങ്ങളുടെ സാന്റാ മോണിക്കയുടെ ടൂർ മാനേജർ JK നമ്മൾ പോകുന്ന ട്രിപ്പിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും.
ഇല്ലെങ്കിൽ ആരെങ്കിലും പാട്ട് പാടും, ഞങ്ങൾ അന്താക്ഷരി കളിക്കും, ഡംഷറാഡ്സ് കളിക്കും. സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ടൂർ മാനേജർ JK ഒരുപാട് പാട്ടുകൾ അറിയാം, ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസൊക്കെ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. അതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ മെമ്പേഴ്സും അവരുടെ ജീവിച്ച് വളർന്ന ഗ്രാമത്തിനെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും എല്ലാം ഇങ്ങനെ ഓരോരുത്തർ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ശരിക്കും എന്താ പറയുക, ഒരു സമയം പോലും നമുക്കൊരു ബോറിംഗ് എന്ന് പറയാനില്ല. പിന്നെ ചിലപ്പോൾ ഉറക്കമൊക്കെ ശരിയായില്ലെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ ബസ്സിലിരുന്ന് ഉറങ്ങുകയും ചെയ്യാം. എനിവേ ഇതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും. റോയിങ്ങിനും പെഡൽ ബോട്ടിംഗ്, ലേക്ക് ബെഡിൽ റോയിങ്ങിനും പെഡൽ ബോട്ടിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. വാക്കിങ്ങിനും സൈക്ലിങ്ങിനൊക്കെ ഈ ലേക്കിന് ചുറ്റും നമ്മുടെ കൊടൈക്കനാൽ ലേക്കിനൊക്കെ ചുറ്റും നടക്കുന്ന പോലെ സ്വിമ്മിങ് സമ്മർ മന്ത്സിൽ ഇതിൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറിൽ സ്വിം ചെയ്യാൻ പറ്റും. ചൂടുള്ള ദിവസങ്ങളിൽ ശരീരം തണുപ്പിക്കാൻ കഴിയും. ഇതൊരു നാച്ചുറൽ വണ്ടർ മാത്രമല്ല സ്ലൊവേനിയ, ഇത് കൾച്ചറൽ റിക്രിയേഷണൽ ഹബ്ബ് കൂടെയാണ്. സാംസ്കാരികമായും പിന്നെ ആൾക്കാർ ഒഴിവ് സമയം ചെലവഴിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ലേക്ക് ബ്ലഡ് എന്ന് പറയുന്നത്. ലേക്ക് ബ്ലഡ് കഴിഞ്ഞ് നമ്മൾ ലുബ്ലിയാന സ്ലൊവേനിയയുടെ തലസ്ഥാന നഗരിയിലേക്ക് പോകും. അങ്ങോട്ട് ലേക്ക് ബ്ലഡ് നിന്ന് 45 മിനിറ്റ് യാത്രയുണ്ട്. അവിടെ ഒരു ഗൈഡിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ സിറ്റി ടൂർ നടത്തും. അത് കഴിഞ്ഞ് പിന്നീട് അവിടെ നിന്ന് കൊണ്ട് ഒരു മണിക്കൂറിനടുത്ത് യാത്ര നമ്മൾ മദാമയാണോ സായിപ്പാണോ എന്നറിയില്ല. ഈ ട്രിപ്പിൽ ശരിക്കും പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് ഓരോ കൺട്രി കാണുമ്പോഴും ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏറ്റവും ഭംഗിയുള്ളത് സ്വിറ്റ്സർലൻഡാണെന്ന്. അത് കഴിഞ്ഞ് ഓസ്ട്രിയ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അതിനേലും ഭംഗി ഓസ്ട്രിയ ആണെന്ന്. അതുപോലെ ഇപ്പോൾ സ്ലൊവേനിയ കണ്ടപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള കൺട്രി. ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെ ഓരോ കൺട്രിയും വളരെ ഭംഗിയാണ് കാണാനായിട്ട്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ UK ആണെങ്കിലും യൂറോപ്പാണെങ്കിലും വരുന്നതിന് മുമ്പ് ഞാനങ്ങനെ ട്രാവൽ വ്ളോഗ്സ് ഒന്നും അങ്ങനെ അധികം കാണാറില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതെല്ലാം ഇങ്ങനെ ബിൽഡിങ്ങുകളും ഷോപ്പിംഗ് മാളുകളും അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റി, അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ. യൂറോപ്യൻ കൺട്രി ഒരിക്കലും ഈ രീതിയിൽ എൻ്റെ മനസ്സിൽ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലൊന്നും അല്ല പച്ചപ്പെല്ലാം നമ്മളുടെ ഇവിടെയാണ്. ഈ UK ആണെങ്കിലും യൂറോപ്പാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ ബസ്സിന് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഫ്ലൈറ്റിനൊക്കെ ആണെങ്കിൽ ഇത്രയും ഒരു ഭംഗി ഒക്കെ ആസ്വദിക്കാൻ പറ്റുമോ, അതായത് ഈ പച്ചപ്പും മലകളും ഒക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിവേ ഞങ്ങളുടെ ഈ ട്രിപ്പ് ബസ്സിൽ ഞങ്ങൾ ശരിക്കും നേച്ചറിനെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ആ നേച്ചറിൻ്റെ ബ്യൂട്ടി. ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് ഐ ഫീൽ സ്ലൊവേനിയ എന്നാണ്. പക്ഷേ സ്ലൊവേനിയയുടെ എല്ലാ ലവ് മാത്രമാണ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഐ ഫീൽ ലവ് എന്നുള്ള രീതിയിലാണ് അവർ ആ ബോർഡ് കാണിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളിന്ന് കാണുന്ന സെക്കൻഡ് ലേക്കാണ്. പക്ഷെ ഞങ്ങളിന്ന് ഇവിടെ ഇറങ്ങിയില്ല. കാരണം കാര്യം ഗ്രൂപ്പിലെല്ലാവരും നല്ലൊരു ഗ്രൂപ്പാണ്. പക്ഷെ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കയറാനായിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഫോട്ടോ എടുത്ത് വീഡിയോ പിടിച്ചുമൊക്കെ ഇങ്ങനെ നടക്കും. അപ്പം ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് ഡിന്നർ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഡിന്നറിന് ഇത്ര സമയം വരെയെന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞു, പിന്നെ ഇന്ന് എല്ലാവരും ഒക്കെ കുറച്ച് ടയർഡായി, കുറച്ച് ദിവസമായില്ല തുടങ്ങിയിട്ട്. പിന്നെ കുറച്ച് പേർക്കൊക്കെ കോൾഡൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് കുറേ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ ഇനി ഇറങ്ങണ്ട, നമുക്ക് ആ വണ്ടി തന്നെ അവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് ഞങ്ങളത് കണ്ട് തിരിച്ചു പോരുമായിരുന്നു. ചൂണ്ടിട്ട് മീൻ പിടിക്കാന്ന് ഇറങ്ങിയെന്നാ. ഇത്രയുള്ളൂ ഇവിടെ മോനോ ഒരു മിനിറ്റാ, ഇവിടെ ഇത്രയുള്ള കാണാൻ വേറെ ഒന്നുമില്ല. ഒരു മതാമ ഒറ്റയ്ക്കൊരു മുളകടിയോ കൊണ്ടോ
walking tour, okay? The only way to see something in Ljubljana is on foot. So we'll leave the bus behind and we'll do a short loop on foot, okay? Okay. Here with me is my daughter, Manza. Yeah, it's Saturday, so she asked me, can I go with you? Of course, why not? Yeah. She's fine like that. Straight ahead to go? I try to guide your driver now to the destination. Well, luckily a beautiful day today, and I heard you came from Bled, that's right? Yeah, Bled. Okay. So, Slovenia is a super small country. Well, especially if you come from India. We're just 2 million people in the whole country. And this biggest city, just come here and left. This is the biggest city in the country with a population of just 280,000. That's it. The second biggest city in the country is 100,000. The third biggest 40,000. All the rest is much smaller. And Slovenia is all about nature, countryside. It's for the people who like walking. More than 60% of this country is forest. It's a lot, so it's lush green. And it's just heaven for those who like to hike a little bit. Okay? So we'll now try to get you as close as possible. This street you go. Okay? The name Ljubljana derives from the river that runs through the middle, and we're about to cross it over different bridges. Of course, the city has long and rich history, starting from Roman time, but it's the atmosphere in the town that makes it a bit unique. It is a capital city, yes, but it doesn't look like so. It's small, relaxed, easygoing, kind of a no stress. And that's how we feel when we go to the old town. We walk slow. The slower the better. That's the way we like it. Just at the end of this street, it's by that pink colored church. That's the center of the center, the heart of town. Please prepare yourself, because in less than a minute we'll leave the bus behind and continue on foot, okay? So try and be careful when you're stepping out. Take a look on the right, because it's a bicycle line, okay? Okay. Prepare yourself. After the green light, we'll get off the bus. Turn left. That's it, here we are. We cannot go any closer. Just stop. Any washrooms here nearby? Yeah, we have to walk to them. Okay. You noticed we're in pedestrian area already, so no more cars. Each day from 6 to 10 in the morning, you can do the delivery, but after 10 o'clock, no more. And this pedestrian area is growing bigger and bigger each year. So, how small is this country? 20,000 square kilometers. Slovenia, Ljubljana, this city is in the center of the country. In just 1 hour drive, you can reach 3 neighboring countries. You can end up in Austria, Italy, Croatia, just 1 hour drive. So, and the shape of the country, it's like chicken. And we call it chicken country. Yeah. See, that's Austria in the north, Italy to the west, Croatia in the south, and Hungary here in the chicken head. There are a lot of like souvenirs, chicken, and then Slovenian flag over it. And the name, Slovenia, Slovakia, Slavonia, it's all similar. Just think about it's the only one with love in the name of the country. And you'll get it. Okay, that's it. And the nickname for Ljubljana is also Dragon Town. We don't have any dragons around, but yes, there's a dragon bridge, dragon beer, dragon football team. All the souvenirs about Ljubljana have this green dragon, and it's in the coat of arms as well. And we see it like a protector of the city. And the coat of arms of the country has the highest mountain called Triglav. We are very proud on that mountain. We say we are not Slovenes if we don't reach the top. Maybe you notice these beautiful buildings in this area, very colorful. It's called Art Nouveau, beginning of the 20th century. By that time, there was a big earthquake in the city and it was quite damaged. So they need to repair or rebuild the town in the new fashion of the era. So what these buildings have in common? Nothing. They were just looking for decorative as possible, geometrical patterns, ideas from nature. So that was the core of that Art Nouveau style, beginning of the 20th century. Kind of a very popular hotel. All the VIPs that come in the city, they stay here. It's one of historic places. And the center, the heart of town, is just behind that pink colored church. So next stop is going to be over there, and that's really the center of the center, beautifully. Let's go there. Okay.
Peter. Peter. Pizza. Quite a common. Good name. Good name. And I've been to Kerala a few times. Yeah. Yeah. Huh? Wait. I should see the map and never remember. Yeah, Sicily, of course, and many others. So how long is the trip that you're doing in Europe? 16 days. Ooh. There's a lot of driving. Yeah, Yeah. Julia. Ja, Frankfurt. What is the Awareness strike? about Strike? against the brutality for the animals. ഞങ്ങൾ ഇന്ന് സ്ലൊവേനിയയിൽ വന്നപ്പോഴാണ് ഇവിടെ ഒരു സമരമൊക്കെ നടക്കുന്നത് കണ്ടത്. അതായത് മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നു ഞങ്ങൾക്ക് എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ ഇന്നിവിടെ വീക്കെൻഡ്, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഒരു കല്യാണം നടന്ന പാർട്ടി, അതും ഞങ്ങൾ ഇന്നിവിടെ കണ്ടു. So, you are now in the very heart of the city. Look how pretty is it. It goes to all directions like a star, or there's a castle with a nice view from the top. And we call this square Peresheran Square, after the poet who's there on the statue. And when with the locals we say to each other, let's meet in the center. We never a square. Just one time, because the center means here. Okay? Look at this vehicle. Why is driving here? It's a free taxi. It's a friendly town for those who cannot walk, they are tired, whatever. It's free of charge for anyone, for locals, for visitors, but just within the pedestrian area, of course. Why they're yelling? Well, obviously one of them is getting married next week, and now they're having crazy parties, of course. What is this? What is this? So the most dominant building here definitely is the church. This is a Roman Catholic country, so all the churches are Roman Catholic ones. This one is run by Franciscan monks. It's a monastery as well. And the statue, I said, belongs to one of the very important poets. We now speak Slovene here, but until the First World War, the official language here was German because a part of Austrian territory. But he wrote his beautiful poetry in this local Slovene language. And now, then in 1991, when we declared independence, one of his songs we choose for our national anthem. And it's a drinking song, you can imagine. It's a toast. Even it's written in the way of the wine glass, like you see here. He was really smart with words. And we have him a €2 coin of Slovenia as well. And there's a lady on top of him, like a goddess of poetry, muse, symbolically to give me ideas to his head. But you can imagine, semi-naked lady in front of the church, that was a problem. So the priests and monks came here and covered her with blankets for years before they stopped. The next place, which is kind of very known, is the bridge just ahead of us. Let's move for a few meters. So look around and tell me what's unusual with this place. 1, 2, 3 bridges in the same place. It's unusual, huh? Well, it's not practical as well. But here's the thing. It used to be just one bridge until 1930. But then the city was growing, they need a wider one, but didn't want to pay much for the new bridge. So this genius local architect, Plečnik, got the idea. Keep it like it is. And just add 2 more on the side for pedestrians. Looks very nice now. And look at that area on the left. It's like a Roman town. Why? It's like a monument to the Romans. Because 2,000 years ago, they built the first city here. Okay? And
the city got its name from this river. There are plenty of bridges everywhere. People use it for kayaking, canoeing, stand-up paddling. There are boats for river cruises. So what we're about to do, we'll just do like a small loop and we'll come again here, okay? Toilets. You can find the public toilets on the side bridges. On this one on the left-hand side, if you just move to the middle, there are stairs going down for the ladies. For the men, the one on the right-hand side. Into the middle, there are stairs going down, free of charge. Okay? Okay. Free of charge. Yes. So, ladies, I would like to introduce you along the river and to see the cathedral, and we'll close the other because otherwise. Seperti ini ya. Cakap mana dah? We call it Ljubljana Promenade. If you want to see some friends, just come here. Any time of year, summer or winter, it's full of people. And if the weather is nice, you cannot get any empty seat. We're obsessed with outdoor. How you know who's Slovenians? Those who are sitting outside. For example, it's winter, it's really cold. We are always outside. This is the way we like it, okay? And some of you ask me, what are these small hooks on the roofs? This is for the snow to be kept on the roof. Why? If it slides down uncontrolled, it can kill somebody. So if we have these hooks or metal grids, it melts slowly on the roof. Yes, during the winter it does snow here, and skiing is the national sport. The whole population knows how to ski. This is how it is here. And when we are passing here, take a look on the left-hand side, these garbage containers. They look quite small, but actually the main part of the container is below the street, like a 3 meter deep. It's a big container. It's for the households, for the people who live here. Why? Because if you have 20 ugly containers, it doesn't look so. I mean, it doesn't occupy so much city space and things like that. And it's all hydraulic. When the garbage trucks are out, it opens up hydraulically, they take the container out, empty it, and put it back again. We try to keep the city clean. But actually, if you go to the countryside, it's spotless. Spotless. Yes. Of course. Anything. That's a template. Can we start? Or well, from the riverside we move to the old town. Old town is just one single street. You cannot get lost in the city. It's too simple. Why? Because it's just one street. So for centuries, this was the only Ljubljana, one single street. And if you pay attention, there are no gaps between the houses. Why? Because a defense wall was around to protect the small town. And you remember before, you see the castle up there on the hill. It was a fortress with an army to defend the city. Now, atop of that castle is a venue area. Concerts, business events, weddings, that kind of place. And we have a joke about that small tower. If you're there on a nice clear day, you can see one half of the country. So either the tower is so high or country is so small. Up on you to decide. Now about this old town area. Now we are in front of the city hall. This is the city hall for 500 years already. It's still active, the mayor has office inside. And once per month, the mayor has open door. So anybody can come, you can complain, you can yell at him, he has to listen. Not necessary to do something, but he has to listen, okay? About the entrance, we have 3 flags. The one on the right, white and green, is the city flag of Ljubljana, with a dragon in the middle. Then the middle one is the national flag of Slovenia, which is similar to the Russian flag, but in the coat of arms we have this highest mountain. And of course, since 2004, we are members of the European Union. That's why we have the EU flag over there. And we're using euro since 2007. Now there's a question for you. Are euros, money, same or different in different euro countries? The answer is yes and no. The banknotes are the same, but the coins are not. Coins are different.
They're the same value, but they're just different design. So if you have some coins around, you can check that design is different. Okay? So for example, for Slovenia, there's a set of coins for Slovenia, but they're all mixed. So if you're here, not necessarily you'll get Slovenian coins. Okay? Another party for somebody getting married. Usually the Saturday's day for that. For example, Saturdays are for weddings, and a week before they have a party with their friends to do crazy things. Okay? About crazy things, look down the cobblestones. Nothing special. But the ladies in high heels were complaining it's difficult to walk here. That's why each year in July we have this famous running race for ladies in high heels. The heel should be 8 centimeters or more. It's a lot of fun, of course. So Ljubljana does not have any world attractions. But yeah, it's this crazy vibe. Always something is going on. I mean, it's super safe. The crime is zero. 24/7, you can walk anywhere. This is Slovenia. I'm just happy. Why not? We have this very nice Baroque fountain ahead of us, which in the base has 3 old men pouring water out, symbolizing 3 local rivers. Okay, from this old town area, let's just move to the cathedral. I would like to show you this beautiful door, and then pretty much we need to close the loop. Yes, 5 minutes. 5 minutes. No time. Unfortunately, you run late. Huh? City Hall. City Hall. Okay, 5 minutes. Slovenia is absolutely Roman Catholic country, yes, and of course every church bears the name of one saint. This one, which is cathedral, it's dedicated to St. Nicholas. Why? Because St. Nicholas, as you know, is a protector saint of boatmen, fishermen, sailors, etc. So all the professions deal with water, so rivers and seas. And this river that we crossed was very important for the trade for centuries. Bear in mind that the middle-aged European roads were very bad. They were unsafe and it's very slow. It was much easier, safer and faster to move the goods along the rivers. That's why if you reveal the map of Central Europe, you'll notice that all the cities are along the rivers. That's what it is. And this river is connected with the longest one, and then goes to Danube, and then to the Black Sea. It was a long distance trade. Okay? Yeah, St. Nicholas, nice Baroque cathedral from the 18th century. You cannot go inside, it's fully mass at the moment. And then later is going to be the concert as well, it's a very acoustic one. These doors are quite unique. You see the head of the bishops over there. They're all touching the body of the Christ lying below, symbolically to draw faith and strength in Jesus. And over there, a bit more further, on the wall, it's a blue panel with a sundial. And under the sundial, it's written, Dicitis diem neque oram in Latin, which means you don't know the day and you don't know the hour of your death. So each moment, each day, it's a gift. Use it well, it will not come back. Further down is the market with fruits and veggies, but it's just the morning cafe. Now it's nothing, it's closed. But in the morning, it's a beautiful farmer's market, and it's kind of a meeting place. You're not there just to buy the ingredients. You see your friends, you blah blah blah, a little bit, exchange some gossips, like an open air Facebook. Okay, I would like to show you this very unusual front door, which are just around the corner. Follow me, please. In 1996, we had very special visitor, Pope John Paul II, one from Poland. And you can see him at the very top, looking through the window. He's symbolically looking down upon our history. So this bronze door, please show the linden tree. My daughter is showing the linden tree, which is a national tree of the country. In every village, next to the church, next to the church, you'll find the linden tree. And this one has the family growing out, because family is the most important for every nation. There are 2 missionaries bringing Catholic faith to our part of the world. Monk written the first documents in our language. And then on the right hand side, Turks, the Ottomans. At the very top on the left hand side, you see a crowd of people with their hands in the back. They're marching to cave, not going to Postojna cave like you will do tomorrow. They're marching to death. It symbolizes brutality of the 20th century. First World War, Second World War, Revolution, many people died. So it was quite brutal.
But opposite, on the right hand side, happy faces. Symbolically, we're focused on our future, which should be a brighter one. Okay? And at the very top, there's a hand offering flower to the Pope. It's a red carnation, the national flower of Slovenia. And one more small detail, please point out. Over there, when Manse is showing, Magnise, is actually a face of the sculpture. Instead of a signature, he put his face on the door. If you come closer, a little head to the left, you'll see the small face. Why is shiny? People start rubbing his nose. Of course, it will not bring you any luck. You have to do something for it. Not just rub somebody's nose. Okay, as you can hear from inside, the organs, the service just started. But we have to move because some of you need to go to the toilet. Market, crafts, but all in the morning. A little bit, but okay. Let's speak about public transportation. We have buses, but we don't like them. Why? Because we prefer bicycles, and they're free of charge. Yeah, the public transportation. We have 1,500 bicycles in the city center alone. So you just need to do the registration once, and then you can use it free of charge. No rent, nothing. Nothing. You pick it up here, you drop it off on the other side of the city, of course, on the station. Okay. So you have a application on your smartphone to tell you where is the nearest station, how many bicycles are there. There's always a bicycle station less than 100 meters away. So basically everywhere. Okay, and we use it really a lot. That's the way. No we like deposit, it. nothing. Nothing. It's free. Okay. Okay. For the toilets, well, public toilets you can find on the side bridges. So you are ready. Now this is how it's to bring the food to the table. So you need to get. So in extension, like in, if you guys would like to take a picture and you have some coins, I would be super happy with that. Like if you want. Sorry? It's okay. 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 Okay, thank you. Okay, thank you, thank you. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സാന്റാ മോണിക്ക ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള UK യൂറോപ്പ് ട്രിപ്പിൻ്റെ 11ാമത്തെ ദിവസം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ബസ്സിൽ കയറി ഹോട്ടലിലേക്കാണ്. ഡിന്നർ ഞങ്ങൾക്ക് ഇന്ന് അവിടെ തന്നെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.